ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ഇതിലേക്ക് എൻ്റർ ചെയ്യാന്നുള്ളതാണ്. അതിന് അവരുടെ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അവരുടെ സാലറി എങ്ങനെ സെറ്റ് ചെയ്യാം, അവർ അഡ്വാൻസോ മറ്റോ കാര്യങ്ങളോ മേടിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസിൽ സ്റ്റാഫ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരാം. അതിൽ സ്റ്റാഫ് ഡയറക്ടറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിലാണ് നമുക്ക് പുതിയ സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ഓൾറെഡി ഉള്ള ഒരു സ്റ്റാഫ് വേറെ എവിടെയെങ്കിലും റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ അതിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇതിലേക്കൊരു പുതിയ സ്റ്റാഫ് വന്നു. സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുക്കുകയാണ്. അപ്പോൾ അർജുൻ എംപ്ലോയി കോഡായിട്ട് 009 കൊടുക്കുന്നു. അർജുൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. ടെസ്റ്റ് പർപ്പസ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ രീതിയിൽ. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ ആ ഒരു പുതിയ എംപ്ലോയി ജോയിൻ ചെയ്തിട്ടുള്ളത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കിച്ചണിലേക്കാണ്. കിച്ചണിൽ ഇപ്പോൾ ഹെൽപ്പറായിട്ടാണെങ്കിൽ ഹെൽപ്പർ എന്ന് കൊടുക്കുക. ഫുൾ ടൈം ആണോ അതല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടാണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ക്രിയേറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു അർജുൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാഫിൻ്റെ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നമുക്കിതിൽ കൊടുക്കാനുണ്ട്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ 92, ജെൻഡർ ഏതാണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അഡ്രസ്സ് പ്രോപ്പറായിട്ട് അവരുടെ അഡ്രസ്സ് നിങ്ങളിവിടെ കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു സ്റ്റാഫിൻ്റെ തന്നെ വീട്ടിലുള്ള ആരുടെയെങ്കിലും കോൺടാക്റ്റ് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. ഫോൺ നമ്പറും കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഞാൻ റഫായിട്ട് കൊടുക്കുന്ന നമ്പറാണ്. എന്നിട്ടത് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈലിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കൂടുതൽ അതിൽ ആഡ് ആയിട്ടുണ്ടാവും. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പേ ഔട്ട് ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് അതിന് മുന്നേ അവരുടെ പേ ഔട്ട് മെത്തേഡ് എന്താണോ അത് നോക്കിയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പം ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ബാങ്ക് ഏതാണോ അതിൻ്റെ ഇത് കൊടുക്കുക. ബ്രാഞ്ച് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ഏത് ടൈപ്പാണ് അത് കൊടുക്കുക. അതിൻ്റെ IFSCയും അക്കൗണ്ട് നമ്പറും കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാഫാണ് ഈ ഒരു വന്നിരിക്കുന്ന പുതിയ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് വെരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് വെരിഫൈഡ് എന്നുള്ളത് കൊടുക്കാം. ഇനി ഇത് എല്ലാ MDയോ അതല്ലെങ്കിൽ ജനറൽ മാനേജറോ ആണ് ഈ ഒരു പ്രൊഫൈൽ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ വെരിഫൈഡ് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സേവ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു സ്റ്റാഫിൻ്റെ ഐഡൻറ്റിറ്റി ആധാർ ആണെങ്കിൽ ആധാർ, അല്ലെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാം. ആ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരുടെ ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആ ഒരു ID പ്രൂഫിൻ്റെ ഫോട്ടോ നിങ്ങളിതിൽ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സ്റ്റാഫിൻ്റെ തന്നെ നമുക്ക് സാലറി ഡീറ്റെയിൽസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യണം. അതിന് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ആൻഡ് കോൺടാക്റ്റ് എന്ന് പറയുന്ന ഡീറ്റെയിൽസിൽ സെറ്റപ്പ് സാലറി ഓൺ പേറോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ മൊത്തമായിട്ടുള്ള സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കാണാം. ഓക്കെ, അതേപോലെ ഇവിടെ നിങ്ങൾ പുതിയൊരു സാലറിൻ്റെ ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സാലറി സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇനി മന്ത്ലി എത്രയാണോ അവരുടെ സാലറി അത് നമ്മളിവിടെ കൊടുക്കുക. അലവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്താൽ അപ്ഡേറ്റായി. ഈ റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽസിൽ ആ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അത് കൊടുത്താൽ മതി. ഈ ഡിഡക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആക്ച്വലി ആ ഒരു സ്റ്റാഫിന് നിങ്ങൾ PFO കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസോ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലേബൽ ഇവിടെ കൊടുക്കുക. എമൗണ്ട് എത്രയാണോ റെഡ്യൂസ് ആവുന്നത്, ഡിഡക്ഷൻ ആവുന്നത് അതും കൂടെ ഇവിടെ കൊടുത്തിട്ട് സേവ് ചെയ്യുക. അതാകുമ്പോൾ അടുത്ത മാസം സാലറി വരുമ്പോൾ ആ ഒരു എമൗണ്ട് കുറഞ്ഞിട്ട് മാത്രമേ സാലറിയിലേക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സാലറി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതേ സ്റ്റാഫിന് തന്നെ ഇപ്പോൾ അർജുൻ എന്ന് പറയുന്ന സ്റ്റാഫിന് എന്തെങ്കിലും ഒരു ഫണ്ട്
പിന്നെ വേണം, അതായത് അഡ്വാൻസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അഡ്വാൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സാലറി അല്ലെങ്കിൽ ഇഷ്യൂ സാലറി അഡ്വാൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഏത് സ്റ്റാഫാണോ ആവശ്യപ്പെട്ടത് അവരുടെ പേര് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 3000 രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത്, അത് കൊടുക്കുക. ഇനി മന്ത്ലി റിക്കവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം സാലറി പോകുമ്പോൾ അതിൻ്റെ അകത്ത് 3000 കട്ടാവണോ അല്ലെങ്കിൽ അടുത്ത 3 മാസത്തെ സാലറിയിൽ നിന്ന് ഓരോ മാസവും 1000 റുപ്പീസ് വെച്ച് റിക്കവർ ആവണോ എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് 1000 റുപ്പീസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ 25,000 ആണ് സാലറി കൊടുത്തത്, അതിൽ നിന്ന് അടുത്ത മാസം വരുമ്പോൾ 24,000 ആയിരിക്കും അവർക്ക് കിട്ടുക. 1000 റുപ്പീസ് ഇതിലേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ സാലറിയിൽ നിന്ന് കട്ടായിട്ടായിരിക്കും പോകുന്നത്. ഇനി ഇത് ഇഷ്യൂ ഇമ്മീഡിയറ്റ്ലി ഉണ്ട്, സബ്മിറ്റ് ഫോർ അപ്രൂവലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ മാനേജറാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇഷ്യൂ ഇമ്മീഡിയറ്റ്ലി ആൻഡ് അപ്രൂവ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അഡ്വാൻസ് അവർക്ക് പാസ്സായിക്കോളും. പിന്നെ അത് അവർക്ക് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അത് ഈ ഒരു റൈറ്റ് സൈഡിൽ സാലറി അഡ്വാൻസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. അർജുൻ 3,000 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്രൂവ്ഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഓരോ സ്റ്റാഫും ആവശ്യപ്പെട്ടിട്ടുള്ള സാലറി ഇതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്റ്റാഫിന് തന്നെ നിങ്ങൾക്ക് അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ മാർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും ഈ സ്റ്റാഫ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇതിൽ അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് വരിക. അതിൽ നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റാഫിൻ്റെയും പേര് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കലണ്ടർ സിസ്റ്റമാണ് വരുന്നത്. 1 മുതൽ 30, 31 ആ ഒരു രീതിയിലായിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ആ മാസം മേടിച്ച അഡ്വാൻസ് എമൗണ്ടും കൂടി അതിൽ വന്നിട്ടുണ്ടാവും, റെക്കോർഡഡ് ആയി. സോ ഇപ്പോൾ ഈ അർജുൻ എന്ന് പറയുന്ന സ്റ്റാഫ് ഇന്നിപ്പോൾ 9-ാം തീയതിയാണ്. അവർ പ്രസൻ്റ് ആണെങ്കിൽ പി എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ കാണിക്കും. നിങ്ങൾ കൊടുക്കുന്ന ഇതിൻ്റെ ഫുൾ ഫോം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഓരോ ലെറ്ററും കാണിക്കുമ്പോൾ എന്താണ് ആ ലെറ്റർ പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആബ്സെൻ്റ് ആണെങ്കിൽ ആബ്സെൻ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന് ഹാഫ് ഡേ ആണെങ്കിൽ ഹാഫ് ഡേ. ഇനി പെയ്ഡ് ലീവാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ വീക്ക് ഓഫ് ആണോ അല്ലെങ്കിൽ ഹോളിഡേ ലീവാണോ, ആ രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണോ ഉള്ളത് അത് നോക്കിയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓരോ സ്റ്റാഫിൻ്റെയും ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്കിതിൽ കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ സ്റ്റാഫിൻ്റെ അറ്റൻഡൻസ് കൊടുക്കുന്നത്.